എല്ലാവർക്കും നമസ്കാരം. കേരളീയ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് 2005 മുതൽ മുംബൈയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം മുംബൈ രാഗലയ. അതുപോലെ തന്നെ 2010 മുതൽ മലയാളികളുടെ ഓരോ സ്പന്ദനവും ഏറ്റെടുത്ത് പരിചയപ്പെടുത്തുന്ന കേരള ഇൻ മുംബൈ. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് മുംബൈയിലെ പഴയകാല പ്രഗത്ഭരായ കലാകാരന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും വീണ്ടും ഒരു പരിചയപ്പെടുത്തൽ നടത്തി ഒരു ഗുരുദക്ഷിണ പോലെ നടത്തുന്ന ഒരു പരിപാടിയുടെ 2ാം എപ്പിസോഡാണിത്. ആദ്യത്തെ എപ്പിസോഡിൽ വളരെ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ യാത്ര തുടരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഇവിടെ ചേർന്നിരിക്കുന്നത് ആദ്യമായി ശ്രീമതി സുമ മുകുന്ദൻ, പ്രശസ്തയായ നാടക നടി, സാമൂഹ്യ പ്രവർത്തക, സിനിമാ നടി, അതോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീ രാജ്കുമാർ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് എന്നതിന് പുറമെ വളരെ നല്ല ഒരു നടൻ കൂടിയാണ്. ശ്രീ രാജേന്ദ്രൻ പടിയൂർ, നാടക നടൻ, നാടക സംവിധാനം, കവി എന്നുള്ള നിലയിലൊക്കെ പ്രഗത്ഭനായ വ്യക്തിത്വം. നമ്മുടെയൊക്കെ സീനിയർ ആയിട്ടിവിടെ എത്തിയിട്ടുള്ളത് ശ്രീ CK പൊതുവാൾ. അദ്ദേഹം കൈവക്കാത്ത മേഖലകളുണ്ടോ എന്ന് സംശയമാണ്, സാഹിത്യരംഗത്തും നാടകരംഗത്തും. നെക്സ്റ്റ് ശ്രീ ശ്രീകാന്ത് നായർ, മലയാളിക്ക് അഭിമാനത്തോടെ പറയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. മറ്റുള്ള കലാപ്രവർത്തനങ്ങൾക്ക് പുറമെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും തിളങ്ങി നിൽക്കുന്നു. പിന്നെയുള്ളത് ശ്രീമതി താരാവർമ്മ. കഥകളി എന്ന് പറയുമ്പോൾ മുംബൈയിലുള്ളവർക്ക് ആദ്യം മനസ്സിൽ, മലയാളികൾക്ക് ഓടി വരുന്ന ആ രൂപമാണ്. ഈ 6 പേരെയും നമുക്ക് ഇന്ന് ഇവിടെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. തികച്ചും അസുലഭമായ സന്ദർഭമായിട്ട് ഞങ്ങളിതിനെ കരുതുന്നു. എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത് ശ്രീ പൊതുവാൾ ചേട്ടനോടാണ്. ഏതാണ്ട് 65 വർഷം, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ താങ്കൾ ഇവിടെ എത്തിയതാണ്. അന്നത്തെ കാലത്തെ സമാജ പ്രവർത്തനങ്ങളിലും താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും സമാജത്തിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഈ 65 വർഷത്തെ ഈ കാലയളവിൽ ഈ 2 തലമുറയിൽ വന്ന മാറ്റം എന്താണ്? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ സമാജ പ്രവർത്തനം എത്ര കണ്ട് ഉപയോഗപ്രദമാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? നമസ്കാരം. ആദ്യമായിട്ട് രാഗലയ കേരള മുംബൈ ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും മറ്റ് എല്ലാവിധ പ്രവർത്തകരെയും പരിചയപ്പെടുത്തി കേരള മുംബൈയിലൂടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1961 മെയ് 16 രാത്രി 12 മണിക്ക് ദാദറിൽ വണ്ടി ഇറങ്ങുന്നു. അന്നത്തെ 1961 ടാറ്റ കമ്പനിയിലെ ഒരു ഫുട്ബോളറായിരുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനും ഞാനും കണ്ണൂർ ITIയിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ രാജീവൻ എന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ ഇന്ന തീയതിക്ക് ബോംബെയിലെത്തുന്നു. അങ്ങനെ ഞാൻ ബോംബെയിൽ 61 മെയ് 16 വണ്ടി ഇറങ്ങുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ബോംബെ കേരള സമാജത്തിൽ കൊണ്ടുപോവുകയും അവിടെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും വലിയൊരു തമാശ നടന്നത്, ഞാൻ ബോംബെ കേരള സമാജത്തിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരുന്നു. എൻ്റെ മുറികളൊക്കെ സെക്രട്ടറി, പ്രസിഡൻ്റിൽ ഇരിക്കുന്ന സ്ഥലം. ഒരു മുറിയിൽ ഭയങ്കരമായ ശബ്ദം കേട്ടു. കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവിടെ നാടകം നടക്കുകയാണ്. അന്നത്തെ പ്രഗത്ഭനായ പ്രസിഡൻറ്റും നാടക സംവിധായകനുമായ കുറുപ്പേട്ടൻ, MN കുറുപ്പേട്ടൻ എന്ന് പറഞ്ഞാൽ അത് വളരെ പഴയ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ 2-3 നാടകം പിന്നീട് അഭിനയിച്ചിരുന്നു. അദ്ദേഹം പുറത്തു വരികയും എന്നെ കണ്ടു. അതിനുശേഷം ഏഴിക്കര അംബുജാക്ഷൻ, അന്നത്തെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, അന്ന് തന്നെ ബോംബെ കേരള സമാജത്തിൽ എനിക്ക് ഒരംഗമാകുവാൻ സാധിച്ചു. ഞാൻ താമസിക്കുന്ന ശിവരി എന്ന സ്ഥലത്തെ ശിവരി കേരള കലാസമിതി
എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ശിവരി കേരള കലാസമിതിയിൽ എന്നെ മെമ്പറാക്കുകയും അവിടുത്തെ അടുത്ത ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ആദ്യമായിട്ടായിരുന്നു ബോംബെ കേരള സമാജം ഒരു സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, കേരള പൂന ഫ്ലഡ് റിലീഫിൽ ഒരു വലിയൊരു പ്രവർത്തനം ആരംഭിച്ചു. ഭാഗ്യവശാൽ എനിക്കും അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. അത് എൻ്റെ മുന്നോട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കാൽവപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീമിയർ ഓട്ടോമൊബൈൽസ് 1962 ഫെബ്രുവരി 2 പ്രീമിയർ ഓട്ടോമൊബൈൽ ചേരുന്നു. എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ജോലി അവിടെ ആരംഭിക്കുന്നു. 1963 കേരള കലാസമിതി എൻ്റെ മണ്ണ് അതായിരുന്നു എൻ്റെ ആദ്യത്തെ നാടകം. ചെറുകര പത്മനാഭപിള്ള എന്ന ഒരു നാടകകൃത്തായിരുന്നു ആ നാടകം എഴുതിയിരുന്നത്. എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. പിന്നീട് 1916 വരെ ഞാൻ അഭിനയിക്കുന്ന അവസരത്തിൽ ഞാൻ എന്നും നാടകം അഭിനയിക്കാൻ രംഗത്ത് കയറുന്നതിന് മുമ്പേ, മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ ആദ്യം എൻ്റെ ഗുരുനാഥൻ APN പിള്ളച്ചേട്ടൻ, അദ്ദേഹത്തിന് ഓർക്കാതെ, അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്നിക്കാതെ ഞാൻ എന്നും നാടകത്തിൽ മേക്കപ്പ് പോലും ഇട്ടിരുന്നില്ല. ആ ഒരു ഗുണം എനിക്ക് അവസാന കാലം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. നാടകത്തിൻ്റെ പ്രവർത്തനം അന്ന് മുതൽ തുടങ്ങി. വളരെയധികം നാടകം അഭിനയിച്ചു. ഏതാണ്ട് 60ഓളം നാടകം അഭിനയിച്ചു. ഏതാണ്ട് അതിനുശേഷം 10ഓളം നാടകം സംവിധാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ബോംബെ പ്രവാസി കലാശ്രീ അവാർഡ്, അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അവാർഡ്. മിസ്റ്റർ ശ്രീകുമാർ പറഞ്ഞതുപോലെ മലയാളി സമാജങ്ങൾ അന്നത്തെ പ്രവർത്തനങ്ങളും ഇന്നത്തെ പ്രവർത്തനങ്ങളും, അന്നത്തെ പ്രവർത്തകരും ഇന്നത്തെ പ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് അന്നുള്ള പ്രവർത്തനങ്ങളെ എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. പല നല്ല പ്രവർത്തകരുണ്ടായിരുന്നു, നല്ല സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു, സമാജ പ്രവർത്തകരുണ്ടായിരുന്നു, കലാപ്രവർത്തകരുണ്ടായിരുന്നു, സാഹിത്യ പ്രവർത്തകരുണ്ടായിരുന്നു, ധാരാളം. എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും, ഓരോ ആൾക്കാരുടെ പെരുമാറ്റങ്ങളും മറ്റുള്ള സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം ധാരാളം ഉണ്ടായി. അന്നും ഇന്നും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം കാണുന്നത്, സമാജം പ്രവർത്തനങ്ങളിലോ സംഘടനാ പ്രവർത്തനങ്ങളോ ഇന്നത്തെ യുവതലമുറ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിക്ക സമാജങ്ങളും പേരിന് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. കാരണം പ്രവർത്തനത്തിന് ആൾക്കാർ ചുരുങ്ങിപ്പോകും. താരാജി, ബോംബെക്കാരെ സംബന്ധിച്ചോളം കഥകളി എന്ന് പറഞ്ഞാൽ താങ്കളാണ്. ഒരുപാട് കഥകളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഇപ്പോഴും TV തുറന്നു വെച്ച് രാത്രി മുഴുക്ക കഥകളി കാണുന്ന ഒരു സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ബോംബെ എന്ന് പറയുമ്പോൾ കഥകളി എന്ന പേര് വന്നാൽ ആദ്യം വരുന്നത് താങ്കളുടെ പേര് തന്നെയാണ്. അതിനിപ്പോൾ വേറൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നില്ല. ചെറുപ്പകാലത്ത് തൊട്ടേ കഥകളി പഠിച്ചിരുന്നോ? ആരാണ് പഠിപ്പിച്ചത്? ഗുരുക്കന്മാരെ ഓർക്കാതെ ഈ രംഗത്തൊന്നും പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ താങ്കളുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്ന ഗുരുക്കന്മാരാരെല്ലാമാണ്? നമസ്കാരം. ഒരുപാട് സന്തോഷം വിജയകുമാർജി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിൽ. ഞാനൊരു 4 വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 8 വയസ്സിലൊക്കെയാണ് കഥകളി തുടങ്ങിയത്. അവിടെ ശ്രീ കലാമണ്ഡലം നെല്ലിയോട് വാസുദേവൻ നമ്പൂരി, നെല്ലിയോട് ആശാൻ്റെ അടുത്താണ് ആദ്യമായിട്ട് വെറ്റില ദക്ഷിണ വെച്ച് കഥകളി തുടങ്ങിയത്. പിന്നെ RLV ദാമോദര പിഷാരടി ആശാൻ വീക്കെൻഡിൽ പൂഞ്ഞാറാണ് സ്ഥലം. അപ്പോൾ അവിടെ അധികം ആൾക്കാർ ആശാന്മാരൊന്നുമില്ല. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ വീക്കെൻഡിൽ ഷാരടി ആശാൻ അവിടെ വന്ന് പഠിപ്പിക്കുമായിരുന്നു 10ാം ക്ലാസ് കഴിയുന്നവരെ. ഞാൻ കോളേജിലായപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ശ്രീ ഫാക്ട് പത്മനാഭൻ ആശാൻ്റെ അടുത്ത് തുടങ്ങി. ഇപ്പോഴും ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ആശാൻ്റെ അടുത്ത് പോയി ചൊല്ലിയാടാറുണ്ട്. ആശാൻ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? ആശാന് 75. പത്മനാഭൻ ആശാന് 75 വയസ്സൊക്കെ കഴിച്ചു. 77 തോന്നുന്നു. പിന്നെ അന്ന് നമുക്ക് തൃപ്പൂണിത്തുറയിൽ വനിതാ കഥകളി ട്രൂപ്പുണ്ട്. 1975 തുടങ്ങിയതാണ്. കലാമണ്ഡലം കൃഷ്ണനാരാശാൻ്റെ ഉത്സാഹത്തിൽ അത് തുടങ്ങിയതാണ്. അന്നൊക്കെ നമ്മുടെ ഈ വനിതാ ട്രൂപ്പ് എല്ലാം ചെണ്ട, മദ്ദളം, പാട്ട് എല്ലാം വനിതകൾ തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ തന്നെ അമ്മാവന്മാർ
ചേച്ചിമാരൊക്കെ തന്നെ മാനേജരായിട്ട് ട്രൂപ്പ് മാനേജർ, ഒരു കുറേ നല്ലോണം ഫുള്ളായിട്ട്, അന്നൊക്കെ ഫുള്ളായിട്ട് കഥകളിയായിരുന്നു. 10 ദിവസമൊക്കെ അടുപ്പിച്ച് ഫുള്ളായിട്ട് കഥകളി ഉണ്ടായിട്ടുണ്ട്. പകല് കോളേജിൽ പോകും, രാത്രിയിൽ കഥകളിക്ക് പോകും. അങ്ങനെ വളരെ എൻജോയ് ചെയ്തു ശരിക്കും. അല്ല, പക്ഷേ ഈ വനിതാ കഥകളി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും തൃപ്പൂണിത്തുറയ്ക്ക് അതിനുള്ള വളക്കൂറുള്ള മണ്ണ് കൂടെ ഡെഫിനറ്റ്ലി അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അതെ അതെ. പക്ഷേ എങ്കിലും ഈ കഥകളി രംഗം എന്ന് പറയുന്നത് പൊതുവേ ഒരു പുരുഷ മേധാവിത്വമുള്ള സ്ഥലമാണ്. അപ്പോൾ കുറേ പേരെങ്കിലും ഇതിനെ ഒരു എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി കൊടുത്ത് പുറകോട്ട് വലിക്കാൻ ശ്രമിച്ച് കാണും തീർച്ചയായിട്ടും. ധാരാളം ഉണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഒരു ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അത് കാരണം എനിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അന്നത്തെ കഥകളി അണിയറയും ഇന്നത്തെ കഥകളി അണിയറയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ആണുങ്ങളുടെ വേറെ ഇതിലൊക്കെ പോയി കഥകളി കളിക്കാറുണ്ട്. ഇപ്പം ഇവിടെ ബോംബെയിൽ വന്ന് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുടെ ഒപ്പം കളിക്കാറുണ്ട്. നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് ട്രൂപ്പല്ല, അല്ലാണ്ട് നമ്മുടെയൊക്കെ സ്ഥലത്ത് തന്നെ അച്ഛൻ്റെ ഇല്ലം, നമ്മുടെ അമ്പലങ്ങൾ, ഇങ്ങനെ പേഴ്സണലി പരിചയമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ആണുങ്ങളുടെ ഒപ്പം കളിക്കാറുണ്ട്. വളരെ കംഫർട്ടബിളാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ. യങ്സ്റ്റേഴ്സ് എന്നെക്കാളും ചെറുതാണ്, വളരെ കംഫർട്ടബിളാണത്, ഒരു വിഷമവും ഇല്ല. പിന്നെ ഇവിടെ കലാമണ്ഡല ഗോപിയാശാനൊക്കെ ഇവിടെ വന്നപ്പോൾ ബോംബെയിൽ ഗോപിയാശാൻ്റെ ഒപ്പം കഥകളി കളിച്ചു. അരങ്ങത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആശാമാരൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഒരു ഭയങ്കര അനുഭവമാണ്. കാരണം ആശാമാരുടെയൊക്കെ ഒപ്പം കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മളറിയാതെ തന്നെ പുറത്ത് വരും. ആശാമാർ ശരിക്കും ആശാമാർക്കൊരു വലിയ റോളുണ്ട് നമ്മളെ ഇങ്ങനെ ഇത്രയൊക്കെ. ഇപ്പോഴും അതെ. ഇപ്പോൾ നമ്മുടെ വനിതാ ട്രൂപ്പിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. പത്മനാഭൻ തന്നെ ഇതെടുത്ത് പുതിയ കഥകളും ഒക്കെ ചെയ്ത് ആശാൻ്റെ അടുത്ത് പോയി ചൊല്ലിയാടി. ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അടുത്തത് സുമ മുകുന്ദൻജി. ചേച്ചി, എനിക്ക് ആദ്യം അറിയേണ്ട കാര്യം, എത്രയോ വർഷങ്ങളായി ഈ ഫീൽഡിലല്ലേ? ഒരു കാലത്ത് സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അനുവദിക്കാതിരുന്ന ഒരു മേഖലയിലാണ്. അതിപ്പോൾ ബോംബെയിൽ വന്ന് ആ ഒരു മേഖലയിലേക്ക് ഒരു തരത്തിലുള്ള ഒരു ക്രാഷ് ലാൻഡിങ് പോലെ ചേച്ചി കയറി വന്നു. എത്രയോ നാടകങ്ങൾ അഭിനയിച്ചു. അന്നുണ്ടായ ആ ഒരു റെസിസ്റ്റൻസ്, അതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ റെസിസ്റ്റൻസ്? എൻ്റെ ആദ്യത്തെ നാടകം 11ാമത്തെ വയസ്സിൽ കാനം വിജയുടെ മതിലുകൾ ഇടിയുന്നു എന്ന് പറഞ്ഞ നാടകമായിരുന്നു. അന്ന് സ്ത്രീകൾ ഒട്ടും നാടകത്തിലേക്ക് വന്നിരുന്ന കാലമല്ല. കാരണം ആണുങ്ങളാണ് സ്ത്രീവേഷം കെട്ടിയിട്ട് അഭിനയിച്ചിരുന്നത്. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് അറിയാതെ, എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അങ്ങൊരു പക്ക കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ട് ഫുൾ സപ്പോർട്ട്. പണ്ടൊക്കെ നേരെ 7-8 മണിയാകുമ്പോഴേക്കൊക്കെ എല്ലാവരും ഉറങ്ങുമല്ലോ. റിഹേഴ്സലൊക്കെ 8 മണി കഴിഞ്ഞിട്ടല്ലേ തുടങ്ങുക. അപ്പോൾ ഈ വടക്കേ വാതിൽ തുറന്നിട്ട്, അദ്ദേഹം ഞാൻ കുട്ടിയല്ലേ, പതുക്കെ ഇതായിട്ട് ഇരുട്ടൊക്കെ കാണുമ്പോൾ അദ്ദേഹം എടുത്തിട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ ഞാൻ അത്ര ചെറിയ കുട്ടിയല്ലേ, ഇതായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ ആദ്യത്തെ നാടകമാണ് അത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുംബൈയിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വൈകി വന്ന ആളാണ്. കാരണം കുട്ടികൾ 2 പെൺകുട്ടികളാണ്. അന്ന് ഇപ്പോൾ സാറ് ചോദിച്ച കൂട്ടത്തിൽ ഈ രംഗത്തേക്ക് വരാനൊരു പേടിയുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി അതല്ലേ നമുക്ക് എപ്പോഴും പ്രധാനം ഇതായിട്ട്. അപ്പോൾ എൻ്റെ മൂന്തേട്ടനും അറിയാം, മക്കൾക്കും അറിയാം എനിക്ക് നല്ല ടാലൻ്റുള്ള ആളാണെന്ന്. എപ്പോഴും എല്ലാ പ്രാവശ്യവും ചെമ്പൂർ സമാജം നാടകം എടുക്കുമ്പോഴും സമാജത്തിൻ്റെ അടുത്താണ് മൂന്തേട്ടൻ അന്ന് കമ്മിറ്റി മെമ്പറാണ്. എപ്പോഴും വന്നിട്ട് ചോദിക്കും, സുമേ പറഞ്ഞയച്ചൂടെ. അപ്പോൾ മൂന്തേട്ടൻ പറയും പറഞ്ഞയക്കാന്ന് പറഞ്ഞു. അവസാനം കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ എന്തിനാ മടിക്കണേ, അമ്മ പറഞ്ഞയക്കൂ, ഇപ്പം ഞങ്ങളൊക്കെ വലിയ കുട്ടികളായില്ലേ, പിന്നെ എന്തിനാ അച്ഛൻ പേടിക്കണേ, അമ്മ ധൈര്യമായിട്ട് പറഞ്ഞയച്ചോളൂ പറഞ്ഞു. അങ്ങനെ 1991 ചെമ്പൂർ സമാജത്തിൽ ശോകപക്ഷി എന്ന് പറഞ്ഞ ആദ്യത്തെ നാടകം CL ജോസിൻ്റെ നാടകത്തിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആ നാടകം
അഭിനയിച്ചതിന് ശേഷം പിന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്ന്. അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നു ചേച്ചി തുടങ്ങി വെച്ചത് CL ജോസ് സാറിന്റെ നാടകമാണ്. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഉയർച്ച പെട്ടെന്നായിരുന്നു ഉയർച്ച. പിന്നെ പ്രതിഭയിലെ ആദ്യമായിട്ട് നിധി, അത് രാജേട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അതിപ്പോഴും പറയും, മണിക്കുട്ടി, ഉണ്ണിയേട്ടൻ. ഞങ്ങളെ അങ്ങനെ ഒരു പേര് വന്നു, ഉണ്ണിയേട്ടനും മണിക്കുട്ടിയും. ആ നാടകത്തിൽ കൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെല്ലപ്പേര് വന്നിട്ടുണ്ട് ഇതായിട്ട്. പിന്നെ ഒരുപാട് നാടകങ്ങൾ, സാമം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തേണ് സാമം. അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇതായതാ. പിന്നെ അങ്ങോട്ട് ധൈര്യം അങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് കയറി അങ്ങ് പോയി. ഇന്ന് നമ്മുടെ ഈ പ്രതിഭാ സംഗമത്തിന് എത്തിയിരിക്കുന്ന അടുത്ത വ്യക്തിത്വം അഡ്വക്കേറ്റ് ശ്രീ രാജ്കുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷക വൃത്തിയിൽ വളരെയധികം പ്രശസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് കിട്ടിയ കലാപരമായുള്ള എല്ലാ കഴിവും തീർച്ചയായും അച്ഛനും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. അപ്പം ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മയെ പറ്റിയും ഒരു നല്ല വിവരണം താങ്കൾ തരണം. ബിക്കോസ് അത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷം തോന്നി. എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് പാലൂർ രാമൻ നായർ എന്നറിയപ്പെട്ട ചിത്രകാരനായിരുന്നു. അദ്ദേഹം മാവേലിക്കര രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് അക്കാദമിയിൽ പോയിട്ട് പഠിച്ച് ഡിപ്ലോമ എടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞു. എനിക്കൊരു നൊസ്റ്റാൾജിയ. അവിടെ പോയി പഠിച്ച് ഡിപ്ലോമ എടുത്തതിന് ശേഷം ചിത്രകാരനായി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും അദ്ദേഹം വരച്ച രാജാ രവിവർമ്മ അദ്ദേഹം വരച്ച ആ ചിത്രങ്ങളുടെ ഏറെക്കുറെ അതേ പകർപ്പ് പോലെ അത്ര ഭംഗിയായിട്ട് വരയ്ക്കുന്ന ശിഷ്യരൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ചിത്രകലാ അധ്യാപകനായി പല സ്കൂളുകളിലും. ആ സമയത്ത് ആരംഭത്തിലൊക്കെ പാർട്ട് ടൈമായിട്ടാണ്, ഒരാഴ്ചയിൽ തന്നെ 3-4 സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതിനു പുറമെ അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ട് നല്ല നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് ഞാൻ പിന്നീട് വളർച്ചയെത്തിയപ്പോൾ കാണുന്ന രാജാ രവിവർമ്മ എന്ന് പറയുന്ന മഹാനായ ചിത്രകാരൻ്റെ ചിത്രത്തിനോട് ഏറെക്കുറെ സാമ്യം തോന്നുന്ന അങ്ങനെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിരുന്നു. പിന്നെ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ വീട് മാവേലിക്കരയാണ്, പടിഞ്ഞാറേ നട. അമ്മയുടെ തറവാട് ചെങ്ങന്നൂർ വഞ്ഞിപ്പഴമണം കൊട്ടാരത്തിലെ വലിയ കോയിത്തമ്പുരാൻ്റെ കൊച്ചുമകളാണ്. പിന്നെ അമ്മ ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതം, പിന്നെ അന്നത്തെ കാലത്ത് ഈ കൈകൊട്ടിക്കളിയൊക്കെയാണ് അങ്ങനെയുള്ള വലിയ കുടുംബങ്ങളിലുള്ള കുട്ടികളൊക്കെ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് അമ്മ പിന്നെ പിൽക്കാലത്ത് ആയിരക്കണക്കിന് ശിഷ്യരമ്മയ്ക്കുണ്ടായി ഈ ഒരു വിഷയത്തിൽ പഠിപ്പിക്കാനായിട്ട്. പിന്നെ മഹാരാജാവ് ചിത്രതിരുനാൾ തിരുമേനിയിൽ നിന്നും അമ്മയ്ക്ക് അഭിനയത്തിനും സംഗീതത്തിനുമുള്ള പുരസ്കാരം 13 വയസ്സിൽ കിട്ടിയിരുന്നു. അതായത് കുടുംബ ബന്ധവും മറ്റു കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെ അന്ന് കിട്ടുകയുണ്ടായി. അങ്ങനെ എൻ്റെയും ആരംഭത്തിലെ ഗുരു വിദ്യയും ലോകകാര്യങ്ങളും നല്ല ഉപദേശങ്ങളും ഒപ്പം തന്നെ സംഗീതവും അഭിനയം ഇതിൻ്റെയൊക്കെ എല്ലാം ആരംഭം അമ്മയിൽ നിന്നൊക്കെയാണ് എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഒരു കാര്യവും കൂടി പറഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി പ്രായമായപ്പോൾ എൻ്റെ കൗമാരപ്രായത്തിന് ശേഷം യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് പൊൻകുന്നം ഗവൺമെൻറ് സ്കൂളിൽ വെച്ച് ഓൾ കേരള അടിസ്ഥാനത്തിൽ ഒരു നാടക മത്സരം നടത്തി. ഞാൻ സിതാര ആർട്സ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനും ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, കഥാപ്രസംഗം ഇതൊക്കെ ഗുരുക്കന്മാരുടെ കീഴിൽ അമ്മയും അച്ഛനും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം നടത്തി അനേകം വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിതാര ആർട്സിൻ്റെ പേരിൽ ഒരു നാടകത്തിനുള്ള എൻട്രി കൊടുത്തപ്പോൾ അതിലൊരു 70 വയസ്സുള്ള ഒരു അമ്മയുടെ വേഷം വേണം. എൻ്റെ എല്ലാ ഗാനമേളയിലൊക്കെ ഒപ്പം പാടുന്നൊരു പെൺകുട്ടിയുണ്ട്, സോഫി എന്നാണ് പേര്. കവിളൊക്കെ തൊടുത്ത് ചെറുപ്പത്തിൻ്റെ എല്ലാ ലക്ഷണവും ഉള്ളതാണ്. ഇത്ര മേക്കപ്പ് ചെയ്താലും ഈ ഒരു വയസ്സുള്ളതായിട്ട് എത്തിക്കാൻ പറ്റില്ല. ഞാനാകെ സങ്കടത്തിലായി. അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് സഹായിക്കണം, ഇങ്ങനെയൊരു ചിന്താക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് ഈ റോള് അമ്മ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സംവിധാനത്തിൽ അമ്മയെ ഈ നാടക മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അഭിനയിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ജീപ്പിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതിൽ ഈ കപ്പ് പുറത്ത് തന്നെ പൊക്കിപ്പിടിച്ച് ഞങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെയുള്ളൊരു വലിയ ഭാഗ്യം എനിക്കുണ്ടായി. ഇനിയും നമുക്ക് സംസാരിക്കാനുള്ളത് ഡ്രാമ, സീരിയൽ, സിനിമ എന്നിങ്ങനെ പല വിവിധ മേഖലകളിലെ വ്യക്തിത്വം പാദമുദ്ര പതിപ്പിച്ച
താങ്കളോടാണ്, ശ്രീ രാജേന്ദ്രൻ പടിയൂർ. ഞാൻ താങ്കളെ പറ്റി വായിക്കുമ്പോൾ അതിനകത്ത് കണ്ടു 400-ൽ പരം വേദികൾ താങ്കൾ പിന്നിട്ടു. എന്തു തോന്നുന്നു ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ? പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷത്തോടൊപ്പം വലിയ ദുഃഖം തോന്നണം. കാരണം ജീവിതത്തിൽ ഒരുപാട് വർഷം ഈ നാടകത്തിൻ്റെ പിന്നാലെ പോയിട്ട് നശിപ്പിച്ച് കളഞ്ഞു, സത്യമാണ്. പക്ഷേ വലിയൊരു സമ്പത്ത് ഞാൻ നേടി. സുഹൃത്ത് ബന്ധം, നല്ല എക്സ്പീരിയൻസ്, നല്ല ഭാഷകളിൽ സംസാരിക്കാൻ പഠിച്ചു. അങ്ങനെ മറ്റുള്ള ഭാഷകളിലും അഭിനയിക്കാൻ ഭാഷ നന്നായിട്ട് അറിയാം. തുളു നാടകം ഒരു 37 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 22 നാടകം, 37 നാടകത്തിൽ അഭിനയിച്ചത്. ഈ നാടകം 37 സ്റ്റേജിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില നാടകങ്ങൾ 5ഉം 6ഉം സ്റ്റേജിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. കൂടാതെ 3-4 നാടകം എനിക്ക് സംവിധാനം ചെയ്യാനും പറ്റിയിട്ടുള്ളൂ. മലയാളത്തിൽ ഒരു 10-13 നാടകം ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിൽ നല്ല നല്ല നാടകങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ള ആത്മസംതൃപ്തിയുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന സുമി ചേച്ചി, അവരുടെ കൂടെ ഒരു 58 നാടകങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് എത്ര സ്റ്റേജുകളെന്നപ്പോൾ ആലോചിച്ചാൽ മതി. ചില നാടകങ്ങൾ അന്നത്തെ കാലത്തൊക്കെ 20, 22, 30 നാടകങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നിധി നാടകം, അത് തന്നെ 10-11 സ്റ്റേജ് സംവിധാനം ചെയ്തത് നമ്മുടെ അച്യുതേട്ടനായിരുന്നു. അതൊരു 10-12 സ്റ്റേജിൽ ഞങ്ങൾ അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ നാടകങ്ങളും എന്ന പോലെ ഈ അച്യുതൻ തന്നെ സംവിധാനം ചെയ്ത, പിന്നെ GC ചെറിയാൻ പിന്നെ അത് സംവിധാനം ചെയ്ത നാടകമുണ്ട്. അതിൽ ഒരു പ്രാവശ്യം പൊതുവാളും കൂടി വന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് എന്താണത്, ഈ ഓർമ്മ വരുന്നില്ല, അപ്പോൾ പണ്ടത്തെ പോലെ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാൻ എഴുതി കൊണ്ടുവന്ന ലിസ്റ്റ് കൊണ്ടുവരാൻ മറന്നു. മറവിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആദ്യം തന്നെ നാടകം ഞാൻ അഭിനയിച്ചത് 7 പഠിക്കുമ്പോൾ കുളാബ മലയാളി സമാജ സ്കൂളിൽ AK നായർ സംവിധാനം ചെയ്ത ദ ട്രെയിൻ എന്ന് പറഞ്ഞ നാടകം. സാർ 7 പഠിക്കുന്ന സാർ ഇവിടെ ജനിച്ചു വളർന്നതാണോ? അല്ല, നാട്ടിൽ നിന്ന് ഇവിടെ ഓടിപ്പോന്നാ ഞാൻ. 7 വയസ്സെന്ന് പറയുമ്പോൾ 7 പഠിക്കുമ്പോൾ. 7 പഠിക്കുമ്പോൾ ഓക്കെ. 7 പഠിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ KC കോളേജിലായിരുന്നു ആ നാടകം. AK നായരാണ് സംവിധാനം ചെയ്തത്. നാടകത്തിൻ്റെ 4 ദിവസം മുമ്പ് എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. അങ്ങനെ വേറൊരു കുട്ടിയെ കരുതുക, കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അന്ന് ചീഫ് ഗസ്റ്റൊക്കെ നമ്മുടെ മേയർ മാധവനായിരുന്നു. വലിയ ഫങ്ഷനായിരുന്നു. അങ്ങനെ ഐ മിസ്ഡ് ഇറ്റ്. അത് പിന്നീട് സഹകരിച്ചത് 1980-ലാണ്. 1980 അത് എനിക്ക് നല്ല പരിചയമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ സാധാരണ മിക്ക ദിവസവും എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. ഇവിടെ തന്നെ ബോംബെയിൽ തന്നെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് സ്കൂളിൽ പോയിട്ടാണ്. അന്നത്തെ കാലത്തൊക്കെ 10 ക്ലാസ്സല്ല SSC, 11ാം ക്ലാസ്സിലായിരുന്നു SSC. ഫ്രഞ്ചും മറാഠിയും കമ്പൽസറി ആയിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് മെക്മില്ലനിൽ ജോലി കിട്ടി. പിന്നെ പഠിപ്പൊക്കെ നിർത്തി. പിന്നെ ഞാൻ പോയി ഇൻറ്റീരിയൽ ഡിപ്ലോമ എടുത്തു, നമ്മുടെ ഇൻറ്റീരിയൽ ഡെക്കറേഷൻ്റെ. പിന്നെ ബിസിനസ്സിനോടൊപ്പം ആ പണിയും തുടർന്നുകൊണ്ടിരുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ളത്, അദ്ദേഹത്തിൽ നിന്നും കേൾക്കാനായിട്ട് നമുക്ക് കൂടുതൽ താല്പര്യം, ശ്രീകാന്ത് നായർ. മുംബൈയിലെ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന വളരെ ചുരുക്കം മലയാളിയിൽ ഒരാൾ. താഴെക്കിടയിലുള്ള പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വളരെ ഊഷ്മളമായി നിലനിർത്തുന്നു എന്നത് വളരെ കമൻറ്റബിളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പല പ്രാവശ്യം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരു തികഞ്ഞ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ കലാപ്രവർത്തനത്തിലും അദ്ദേഹം അതേപോലെ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. കലാപ്രവർത്തനം എന്ന് പറയുമ്പോൾ കൂടുതൽ അദ്ദേഹം നാടക സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ. ഇത് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു, രാഷ്ട്രീയവും നാടക പ്രവർത്തനവും മറ്റ് കലാപ്രവർത്തനവും, അതോടൊപ്പം തന്നെ ഈ ബന്ധങ്ങൾ സുദൃഢമായി ഊഷ്മളമായി സൂക്ഷിക്കാനുള്ള താങ്കളുടെ കഴിവിനെ പറ്റിയും ഒന്ന് പറയണം. എങ്ങനെയാണിത് നടക്കുന്നത്? നമസ്കാരം. ആദ്യമായി ഞാൻ കേരള ഇൻ മുംബൈ ആൻഡ് രാഗലയ ഈ 2 ഓർഗനൈസേഷനോടും അതിൻ്റെ സാരഥി ശ്രീ എൻ്റെ
സുഹൃത്തും കൂടിയായ ശ്രീ വിജയകുമാർ, അവരോട് എനിക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇങ്ങനെ ഒരെണ്ണം ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എൻ്റെ ശ്രീകുമാർ ചോദിച്ച ചോദ്യം, രാഷ്ട്രീയത്തിൽ നിന്ന് കലയിലേക്ക് എങ്ങനെ, രാഷ്ട്രീയവും കലയും കൂടെ എങ്ങനെ ഒരുമിച്ച് സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടും എൻ്റെ രക്തത്തിലുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് എന്നെ ഇവിടെ ബോംബെയിലെത്തിച്ചത് എന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ സമയത്തൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വീട്ടുകാരവിടെ നിന്ന് ഓടിച്ചു നാട് കടത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ പറ്റിച്ചിട്ട് വിട്ടതാണ്. കാരണം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കേരളത്തിൽ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. കെ കരുണാകരൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ച ആളാണ്. അവിടുന്ന് അപ്പം വിദ്യാഭ്യാസ കാലത്ത് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. പക്ഷേ കുടുംബക്കാർക്ക് താല്പര്യമില്ല. അതിൻ്റെ പേരിൽ അന്ന് എൻ്റെ 2 ജ്യേഷ്ഠന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ബോംബെയിൽ. അവിടെ ഇവർക്കൊപ്പം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ വിട്ടതാണ്. പ്രത്യേകിച്ച് ഞാനിപ്പം ഓർത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെയൊക്കെ ഒരു ബേസുണ്ട്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കഴിവുകൾ തന്നെയാണ്. അച്ഛൻ കേരളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ അന്നത്തെ കാലത്ത് വില്ലടിച്ചാമ്പാട്ട് എന്നൊരു കലയുണ്ടായിരുന്നു, കലാരൂപം. വില്ലടിച്ചാമ്പാട്ട് അച്ഛൻ സ്വന്തമായിട്ട് പാട്ട് എഴുതി കഥ ഉണ്ടാക്കി അത് പഠിപ്പിച്ചു കൊടുത്ത് ടീമുണ്ടാക്കി അതിൻ്റെ മെയിൻ വിൽ പ്ലെയറായിട്ട് എന്നെ കൊണ്ടു നടക്കുമായിരുന്നു. അന്നത്തെ ഉത്സവകാലത്തൊക്കെ ദിവസവും രാത്രികളിൽ പ്രോഗ്രാംസിന് കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം കൈപിടിച്ചു പോയ ഒരു അനുഭവമുണ്ട്. അപ്പം പിന്നെ അപ്പുറത്തായിട്ട് അന്ന് ശിവരാത്രി നാളുകളിലൊക്കെ അവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ചത്, അന്ന് പ്രത്യേകിച്ച് സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു രാത്രി മുഴുവനും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് ഇത്രയും അവിടുത്തെ നാട്ടുകാരൊക്കെ പിടിച്ച് ഫുൾ നൈറ്റ് പിടിച്ചിരുത്താൻ ശേഷിയുള്ളൊരു കലാകാരനായിരുന്നു. പാവക്കൂത്ത്, മറ്റ് രീതികൾ നല്ല നല്ല ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു സർവകലാ വല്ലഭൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിമാനത്തോടെ പറയും അതെൻ്റെ അച്ഛനാണെന്ന്. നമ്മൾ വർത്തമാനത്തിൽ കേരളീയ സമിതിയുടെ ഓണാഘോഷ പരിപാടിക്ക് വാർഷികത്തിന് ഒരു നാടകം സംവിധാനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ കേരളത്തിൽ അഭിനയിച്ച നമ്മുടെ കാലടി ജയൻ സാറ് അന്ന് ഡയറക്റ്റ് ചെയ്ത നാടകമാണ് അഗ്നിരേഖ നാടകം. ആ നാടകം എടുത്ത് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ അവിടുത്തെ സമാജം മെമ്പേഴ്സിന് അവരെ തന്നെ പഠിപ്പിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പാട്ടുകൾ നമ്മുടെ ജയകുമാർ പയ്യാമ്പറമ്പിൽ എഴുതി ശ്രീ പ്രേംകുമാർ സംവിധാനം ചെയ്ത് അതിൻ്റെ മ്യൂസിക് കൊടുത്തിട്ട് ആ നാടകമാണ്. അന്നത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പല സ്റ്റേജും അത് ചെയ്യാൻ സാധിച്ചു. അന്ന് ക്ലാസ് ആരംഭിച്ചു, അക്കാഡമി ആരംഭിച്ചു, ഡാൻസ് ക്ലാസ് അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഈ നാടകം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നാടകത്തിന് മ്യൂസിക്കിന് വേണ്ടി വരുന്ന അന്ന് നമ്മളെ തബല മാഷുണ്ടെന്ന് KT ജോണീസ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ പ്രേംകുമാർ, വർഗീസ് പഴകുളം, വയലിനിസ്റ്റ്, അങ്ങനെ പല ഈ മ്യൂസിഷ്യൻസ് അവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ കൂടെ ഇത് ചെയ്യും. നാടകം കഴിഞ്ഞതിന് ശേഷം അവരെ പിന്നെ കൊണ്ട് സ്റ്റേഷനിൽ വിടും, അവർക്ക് ട്രീറ്റ് കൊടുക്കും, അവർക്കൊപ്പം ഇരുന്നിട്ട് അത് ചെയ്തിട്ട് അങ്ങനെ അതൊരു ഹരമായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ കുറച്ച് റിത്തം സൈഡിൽ കുറച്ച് ഞാൻ ഇൻട്രസ്റ്റ് എടുത്തിരുന്നു. അന്നൊക്കെ വേറെ ചെയ്യില്ല, റിത്തത്തിൽ കുറച്ച് ഇത് ചെയ്തു. ഇടയ്ക്ക് ഈ നവരാത്രി സമയത്തൊക്കെ ദാദറിലൊക്കെ നവരാത്രി പ്രോഗ്രാംസ് നമുക്ക് കിട്ടുമായിരുന്നു. ഡ്രം അടിക്കുമായിരുന്നു. ഞാൻ പോയിരുന്നു. ഓർക്കസ്ട്രയ്ക്ക് കോങ്കോ, ബോങ്കോ, ഡ്രം, ഡോളക്ക് ഇതൊക്കെ അന്ന് നന്നായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ അതിൽ കൊണ്ടുപോയിട്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റം വന്നപ്പോൾ പിന്നെ അതിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ അടിസ്ഥാന വർഗങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി എനിക്ക് പിന്നെ ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് മുമ്പ് വരുമ്പോഴത്തേക്ക് അതിന് പ്രയോറിറ്റി കൊടുത്തു. പ്രത്യേകിച്ച് അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ആയിരുന്നു ഫോറസ്റ്റിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരിൽ അവർ ഫോറസ്റ്റ് ഏരിയ താമസിക്കുന്നവരാണ്, വന പ്രദേശത്ത് താമസിക്കുന്നവർ കുടിയിറക്കാനായിട്ട് ഹൈക്കോടതി ഓർഡർ പ്രകാരം
ഫോറസ്റ്റും എൻവയോൺമെൻറ്റും കൂടെ ചേർന്നുകൊണ്ട് 30,000 വീടുകൾ കൂടി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്നു, പ്രശ്നമുണ്ടായി. ആ സമയത്ത് താനയിൽ പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടി ഹൈക്കോർട്ട് ഓർഡറുണ്ട്, അത് ഇറങ്ങിയേ പറ്റുള്ളൂ, വീട് ഒഴിഞ്ഞേ പറ്റുള്ളൂ. 10, 50, 60 വർഷം കൊണ്ട് താമസിക്കുന്ന അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വന്നു. അപ്പോൾ അത് ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി, ഓൾ പാർട്ടി അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായി. എല്ലാ പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു. അത് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടും ഒരു അവസരം പോകേണ്ടി വന്നു അതിന് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ആണ് എനിക്ക് സാമ്പത്തികമായിട്ട് നല്ലവണ്ണം ഞാൻ ചിലവാക്കിയതിനാണ്. സമ്പാദിച്ചതൊക്കെ അതിനുവേണ്ടി ചിലവാക്കി. പക്ഷേ ആ 30,000 വീടുകളെയും സംരക്ഷിച്ചു കൊടുത്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ട്. അതിനുവേണ്ടി ഒരുപാട് എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുപോലുള്ള ഒരു നല്ല അനുഭവങ്ങൾ ഇതിൽ കിട്ടി. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ മാതിരി കലാകാരനായും രാഷ്ട്രീയക്കാരനായിട്ടും പ്രവർത്തിക്കാനുള്ളൊരു യോഗം നമുക്കത് കിട്ടി. അതിനൊക്കെ കാരണം നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്, പബ്ലിക് തന്നെയാണ്. താങ്കളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഷൺമുഖാനന്ദ ഹാളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിയ ഇനിയും ബാക്കിയാണ് എന്ന നാടകമാണ്. അതുപോലെ ഈ രംഗത്ത് ഏറ്റവും അധികം സന്തോഷം കിട്ടിയ മറ്റ് മുഹൂർത്തങ്ങളുണ്ടോ? കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷം മാത്രമല്ല, സങ്കടങ്ങളാണ് കൂടുതലുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സങ്കടങ്ങളുണ്ടായ സന്ദർഭങ്ങളും അവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഇനിയും ബാക്കിയാണ് എന്ന നാടകമായിരുന്നു ഇപ്പോൾ നിങ്ങൾ എടുത്തു പറഞ്ഞത്. വാസ്തവത്തിൽ എൻ്റെ 3ാമത്തെ നാടകമാണിത്. ആദ്യത്തെ എൻ്റെ മണ്ണ്, പിന്നെ ഞങ്ങൾ ഒരു അഷ്ടഗ്രഹം എന്ന് പറഞ്ഞ ഒരു നാടകം, 3ാമത്തെ നാടകമാണ്. അതും കേരള സമാജത്തിൽ ആദ്യത്തെ എൻ്റെ സംരംഭമാണ്. പിന്നീട് കേരള സമാജത്തിൽ ധാരാളം നാടകങ്ങൾ അഭിനയിച്ചു. അത് ഓരോ നാടകവും ഈ 2 ദിവസം, അതായത് ഓണത്തിന് 2 ദിവസത്തെ നാടകമാണ്, പരിപാടിയാണ്. 2 ദിവസത്തെ നാടകം ശിവൻ ഗുരുകൃഷ്ണ പണിക്കരുടെ ഡാൻസ് ബാലെ അത് ഇതിലാണ്. പക്ഷെ ആദ്യത്തെ ഇനിയും ബാക്കിയാണെന്നുള്ള നാടകം വാസ്തവത്തിൽ എനിക്ക് എന്ത് പറയാനെന്ന് അറിയില്ല. എൻ്റെ അന്ന് പ്രസിഡൻ്റായിരുന്ന കുറുപ്പേട്ടൻ തന്നെ പലപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ നന്നായിട്ടുണ്ട്. കാരണം ഞാനതിൽ ഒരു കോമഡിയനാണ്. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ഇരിക്കുന്നത് ആദ്യം എനിക്ക് നാടകം സംവിധാനം ചെയ്യാൻ ഒരു അവസരം കിട്ടി. ആ നാടകം ആരംഭിച്ചു. എനിക്ക് ആ നാടകത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടില്ല, പിന്നെ കിട്ടും. നാടകം ആരംഭിച്ച് എനിക്ക് എൻ്റെ മോശം അനുഭവം പറയുകയാണ്. അതായത് ഞാൻ പൊട്ടിക്കരഞ്ഞ ഒരു അനുഭവമാണ്. നാടകം ആരംഭിച്ചു, അതായത് 2 മണിക്കൂർ കൃഷ്ണപണിക്കരുടെ ബാലെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് തന്നെ ഏകദേശം അങ്ങനെ കത്തിപ്പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ നാടകം തുടങ്ങി. പക്ഷെ ഏറ്റവും ഈ ലൈറ്റ് കൊണ്ടുള്ള ഒരു രംഗം കഴിയുന്നതോടുകൂടി പൊട്ടിക്കളഞ്ഞു. അതായത് സ്റ്റേജിൻ്റെ ആദ്യത്തെ അത് ബൾബ് പൊട്ടി കത്താൻ തുടങ്ങി. സ്റ്റേജിലെ ഫസ്റ്റ് കർട്ടൻ കത്തി. ഫ്രണ്ടിലിരിക്കുന്നത് കുർള DSPയും കുർള ഫയർ ബ്രിഗേഡിൻ്റെ ഓഫീസറുമാണ്. അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നാടകം കളിക്കുന്നത്. പക്ഷെ അവർ മുമ്പിൽ സീറ്റിൽ ഞങ്ങൾ ഇരുത്തിയിരുന്നു. ഇത് കത്തണം. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. പെട്ടെന്ന് വന്നു, ആരും അനങ്ങരുതെന്ന് ഒച്ചത്തിൽ തന്നെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അരമണിക്കൂർ കൊണ്ട് എല്ലാവരുടെ സഹായത്തോട് കൊടുത്തോ നാടകം വീണ്ടും രണ്ടാമത് തുടങ്ങി. അതായിരുന്നു എൻ്റെ ഏറ്റവും ഈ നാടകരംഗത്തുണ്ടായ ആദ്യത്തെ ഒരു മോശം അനുഭവം ഉണ്ടായത്. മറ്റേ എനിക്ക് പ്രത്യേകിച്ച് നാടകരംഗത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ എല്ലാ ആളുകളുമായിട്ട്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരോടും അന്നും ഇന്നും ഞാൻ പെരുമാറുന്നത് ഒരേ ഭാവത്തിലാണ്. കാരണം എനിക്ക് ശത്രുത എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല. ശ്രീ രാജേന്ദ്രൻ പടിയൂർ, അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, പല ഭാഷകളിൽ താങ്കൾ പ്രവർത്തിച്ചു, പല നാടകങ്ങളിലും അങ്ങനെയൊക്കെ. മറ്റുള്ള ഭാഷക്കാരുടെ ഒരു സ്വീകരണം, താങ്കളോടുള്ള സ്വീകരണം എങ്ങനെയായിരുന്നു? അവരുടെ ഒരാളായി കണ്ട് ആ രീതിയിൽ തന്നെ പെരുമാറിയോ? കലാപ്രവർത്തനങ്ങളിൽ അതേപോലെയുള്ള പ്രോത്സാഹനം കിട്ടിയോ? എന്താണ് താങ്കൾക്ക് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ?
നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ ഞാൻ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മറ്റൊരു ഭാഷക്കാരൻ അവരുടെ ഭാഷ പഠിച്ചിട്ട് അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു പരിഗണനയുണ്ട്. അത് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ മാട്ടുങ്കലുള്ള ഓഡിറ്റോറിയത്തിൽ പപ്പന പറക എന്നുള്ള നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഞാനൊരു പണക്കാരൻ്റെ റോള് ചെയ്തിട്ട് മകൻ എൻ്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയതിന് ശേഷം റോട്ടിൽ തള്ള പകുതി ഭ്രാന്തനെ പോലെ. അങ്ങനെ ആ ഒരു നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മേയർ, നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഷെട്ടി ഉണ്ടായിരുന്നു. പുള്ളിയാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നത്. സ്റ്റേജിൽ വിളിച്ച് ബൊക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുക. അതിൽ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളേക്കാൾ കൂടുതൽ അവർ നമ്മളെ ആദരിക്കും, റെസ്പെക്റ്റ് തരും. കാരണം വെച്ചാൽ അവരുടെ ഭാഷ പഠിച്ചിട്ട് ഞാൻ പറയും തെറ്റുകളൊന്നും സംഭവിക്കുന്നില്ല, അവരെക്കാളും നന്നായിട്ട് തുളു സംസാരിക്കുന്നുണ്ട്. ഞാൻ കന്നഡ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് തുളുവിൽ ആക്ച്വലി സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. സ്ക്രിപ്റ്റ് ഇല്ല. അത് അവർ എഴുതണത് ഒന്നില്ലെങ്കിൽ കന്നഡയിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതും. ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയതായിരിക്കും. അങ്ങനെ പക്ഷെ അത് വേഗം പഠിക്കാൻ പറ്റും. പിന്നെ ഈ നാടകത്തിൽ അഭിനയിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തപ്പൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഒരുപാട് നാടകങ്ങളിൽ PN നാണപ്പൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ നാടകം പ്രസിദ്ധമാണ്. ഈ മദ്രാസ് മലയാളി സമാജത്തിൻ്റെ ഉദ്ഘാടനത്തിന് കളിച്ച നാടകം തന്നെ 25ാമത്തെ കൊല്ലം അവതരിപ്പിക്കാൻ ഇത് നാടകം കൊണ്ടുപോയായിരുന്നു അവിടെ മദ്രാസിൽ. അങ്ങനെ അത് 2-3 സ്റ്റേജ് കളിച്ചായിരുന്നു. PN നാണപ്പൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, KD ചന്ദ്രൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, സുധാ ചന്ദ്രൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, ചാക്യാർ രാജൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, അങ്ങോരുടെ ഭാര്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. കാരണം തമിഴ് നാടകത്തിൻ്റെ ബാലുണ്ട ട്രൂപ്പിൽ പനയമരം പാസ്മാർക്ക് എന്ന 2 നാടകം ഞങ്ങൾ അഹമ്മദാബാദ്, ബറോഡ, സൂറത്തൊക്കെ പോയിട്ട് അഭിനയിച്ചായിരുന്നു. അല്ല സാറേ, ഇതിപ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എത്ര പേർക്കറിയാം? ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ രാഗലയും അതല്ലേ കേരളയും മുംബൈ എൻ്റെ ഇതിക്ക് മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ട് 2-3 പ്രാവശ്യം വന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്ര കാര്യങ്ങൾ വെളിയിൽ ഇപ്പം രണ്ടാമത് പിന്നെയും ഞങ്ങൾ വഴി വെളിയിലേക്ക് വരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കേൾക്കുന്ന കുട്ടികൾക്ക് എത്രയോ വലിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ, അത് വലിയൊരു സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ, സൗഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയാൽ ഞാൻ സംതൃപ്തനാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സംഭവങ്ങൾ, നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആ ഒരു വിഷമമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കുറച്ച് നേരത്തെ, എന്താ പുള്ളിയുടെ പേര് മരിച്ചു പറഞ്ഞു പറഞ്ഞിട്ട്, അഗസ്റ്റിൻ്റെ കൂടെ മാത്രം അഭിനയിക്കാൻ പറ്റിയില്ല. എനിക്ക് ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ചേച്ചിയെപ്പറ്റി വായിക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലിൽ പോയിരുന്നു. അതിൽ നിങ്ങളൊക്കെ അഭിനയിച്ച നാടകത്തിന് 4 അവാർഡ് കിട്ടിയെന്നും വായിച്ചിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം, ഓർമ്മയുണ്ടോ? അത് യാത്ര തൊട്ടന്നെ ഞങ്ങൾക്ക് അനുഭവമായിരുന്നു. കാരണം ഒറീസ വരെ ശരിക്ക് ട്രെയിന് ഉണ്ട്. അത് അവിടുന്ന് കഴിഞ്ഞിട്ടുള്ളൊരു ട്രെയിൻ യാത്ര. ആ ട്രെയിനിലെ മനുഷ്യരല്ല അധികം ഉണ്ടാവുക. പശു, ആട്, കോഴി, പട്ടി, ഇവരൊക്കെ ഇവരുടെ ഇടയിൽ ഞങ്ങൾ. ഇത് ഏത് വർഷമാ? ഇത് 2008 എന്ന് തോന്നുന്നു. അതിൽ നോക്കണം കൊല്ലം ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഇതിൽ. അതെ. പക്ഷേ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം താമസിക്കാൻ നമുക്ക് ബിൽഡിങ്ങും അതും ഇതൊന്നുമില്ല, ഒക്കെ ടെൻ്റ് അടിച്ച് താമസിക്കണം. അത് ഈ ഡാൻസിനൊക്കെ വന്ന കുട്ടികളൊക്കെ ടെൻ്റ് അടിച്ചിട്ട് താമസിച്ചിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അവിടുത്തെ സ്പോർട്സിൻ്റെ ഓഡിറ്റോറിയം കിട്ടി. അതും അത്ര ഇതല്ല, ഇങ്ങനെ ഓപ്പണായിട്ട് ഉള്ളതാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കിടക്കും, ഒന്നിച്ച് ഇതാവും. മഹാനദിയുടെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി. മഹാനദി പോയിട്ട് ഞങ്ങൾ എന്നും കുളിച്ചിട്ട് വരും. ആ ചോട്ടാസ ബ്രേക്കാണ് ഞങ്ങൾ പിന്നെ സിനിമയാക്കിയത്. സിനിമയൊക്കെ ഒരുമാതിരി നന്നായിട്ട് ഇതാണ്. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശം കൊണ്ട് ആ സിനിമ ഒരാൾ കൊണ്ടുപോയി.
അതിൽ ഞങ്ങൾ അല്ല, അങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിമാരിൽ ഒരാളായ വിദ്യാബാലന്റെ അമ്മയായിട്ട് അതൊരു വലിയ സംഭവമല്ലേ? വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് മലയാളി എന്നുള്ള ഒരാള് അല്ലേ, മലയാളി എന്നൊരാള്. അതെ, അത് അമ്മ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ലവിങ് ടച്ചുള്ള അമ്മയായിരുന്നു. കാരണം അല്ലാതെ ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞങ്ങളോടൊക്കെ പോലും അങ്ങനെയാ പെരുമാറാ. പിന്നെ അപ്പൊ അതല്ലേ ചെയ്യാൻ പറ്റും. കാരണം മോൾക്ക് ലിഫ്റ്റിക്ക് ഇട്ട് കൊടുക്കലും മോളെ ഒരുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മ. ഭയങ്കര അവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇതായിരുന്നു. എന്നോട് പറഞ്ഞു, ആൻറ്റി ഒട്ടും കുറച്ച് മലയാളം അറിയുള്ളൂ. ആ മലയാളത്തിലും എന്നോട് മലയാളത്തിൽ സംസാരിച്ചിരുന്നത്. ആൻറ്റി ഒട്ടും പേടിക്കണ്ട കേട്ടോ, ഞാൻ ആൻറ്റിയുടെ മോള് തന്നെയാണ്. അതുപോലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അസ്തമയെന്നും പറഞ്ഞിട്ടൊരു നാടകം ഡോംബിവലിയിലെ അന്ന് അദ്ദേഹം മരിച്ചു. സോമേട്ടനാ ഡയറക്റ്റ് ചെയ്തിരുന്നത്. ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. നാടകത്തിന് 5 ദിവസം മുമ്പ് അവരതൊന്ന് പിന്മാറി. ഭയങ്കര സങ്കടമായി. അപ്പോൾ അങ്ങോരോട് വേറെ ആരോ പറഞ്ഞതായിട്ട് അങ്ങൊരു വീട്ടിൽ വന്നു. സ്ക്രിപ്റ്റും കൊണ്ട് വീട്ടിൽ വന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞിതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് 5 ദിവസം കൊണ്ട് അതും ഫുള്ള് എത്രയോ ഡയലോഗാണെന്നറിയോ, ഫുൾ ത്രൂ ഔട്ട്. ഞാൻ ഒരു ലേഡി മാത്രമേ ഉള്ളൂ എങ്കിൽ അറിയാലോ, ത്രൂ ഔട്ട് റോളും. അവസാനം പിന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ നാടകത്തിന് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. ഉല്ലാസ് നഗർ വെൽഫെയർ അസോസിയേഷന് വേണ്ടിയിട്ട് നവംബറിൻ്റെ നൊമ്പരെന്ന് പറഞ്ഞുള്ള നാടകം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വിവരം വന്നത്. പക്ഷേ കുട്ടികളെ അപ്പം അറിയിച്ചില്ല. കാരണം നാടകം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ഈ നാടകം ഞാൻ ഈ അസ്തമയം എന്നുള്ളത് വേറൊരാൾ മാറിയിട്ട് ഞാൻ ഏറ്റെടുത്തില്ല. ആ നാടകത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ നാട്ടിൽ പോയില്ല. ഞാനിവിടെ മലബാർ ഹില്ലിൽ ബാണഗംഗയിൽ പോയിട്ട് 7-ാം ദിവസം ആ കാലത്ത് അമ്മയുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് വൈകിട്ട് എനിക്ക് ആ നാടകം അഭിനയിക്കേണ്ടി വന്നത് ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്തൊരിതാണ്. ശ്രീ രാജ്കുമാർ, ഇദ്ദേഹം തൊടാത്ത മേഖലകൾ വളരെ കുറവാണ്. പത്രപ്രവർത്തന രംഗം, അഭിഭാഷകൻ, അഭിനയം, ഇങ്ങനെ പല മേഖലകളിലാണല്ലോ. ഏറ്റവും കൂടുതൽ മനസ്സിന് ഇണങ്ങി നിൽക്കുന്നത് ഏത് രംഗമാണ്? ഒന്ന്. രണ്ടാമത്, താങ്കൾ ഗുരുവായി കരുതുന്ന ശ്രീ രാജേന്ദ്രൻ പടിയോന്റെ അടുത്ത് തന്നെയാണ് താങ്കൾ ഇരിക്കുന്നത്. ആ ഒരു ബന്ധം ഈ കലാ പ്രവർത്തനങ്ങളിൽ എത്ര കണ്ട് താങ്കൾക്ക് പ്രചോദനമായിട്ടുണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഏതൊരു പ്രവർത്തനത്തിനും ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും ധ്യാനിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, അവരോടും ഒരു അനുവാദം ചോദിച്ചതിന് ശേഷം, അനുഗ്രഹം തേടിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങാറുള്ളത്. എൻ്റെ സാഹിത്യ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾ തന്നെയാണ് ഒരു കാരണക്കാർ. അവരിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയും കവിതയും കഥയൊക്കെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഇതുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ നാട്ടിലുള്ള എല്ലാവിധ പ്രവർത്തനം, ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ സ്വാഗത പ്രസംഗമോ കൃതജ്ഞതയെങ്കിലും എന്നെയായിരുന്നു ഏൽപ്പിക്കുക. അങ്ങനെ നാട്ടുകാരുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് കടന്നു. നാട്ടിലുള്ള വാർത്തകൾ, പ്രത്യേക വാർത്തകളൊക്കെ എല്ലാം പത്രക്കാർക്ക് അയച്ചു കൊടുക്കുക. അപ്പം അവിടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള 2 പത്രങ്ങൾ എൻ്റെ പ്രായത്തിൽ, ചെറുപ്പത്തിൽ ദീപികയും മനോരമയുമായിരുന്നു. അപ്പോൾ ഈ ദീപികയുടെ ഒരു യുവജന വിഭാഗത്തിൻ്റെ ഒരു ഇത് തുടങ്ങിയപ്പോഴും അതിൽ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലേക്ക് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ അവിടെ പോയിട്ട് 6 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ വർഷം അവർ മരിച്ചുപോയി, ശാന്ത നായർ. അപ്പോൾ അവർ വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ബോംബെക്ക് വരാനിടയായത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പത്രപ്രവർത്തനവും കൂടെ കൊണ്ടുവന്നു എന്ന് പറയാം. 1980 ജനുവരി നേരം പുലർന്നത് എംപറർ അശോക എന്ന പ്ലെയിൻ തകർന്ന് അനേകം പേര് മരിച്ച, അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു മോഹൻ ശിവാനന്ദ് എന്ന പേരുള്ള കൊല്ലംകാരൻ ഒരു എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരാൾ പറഞ്ഞു, താങ്കൾ ഈ എഴുതിയ ലേഖനത്തിന് അന്ന് 1980 6000 രൂപയെങ്കിലും ഞങ്ങൾ പ്രതിഫലം തരും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിലും ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള നല്ല സമ്പൂർണ്ണമായിട്ടുള്ളൊരു ലേഖനമാണ് താങ്കൾ എഴുതിയതെന്ന് എനിക്കൊരു അഭിനന്ദനം കിട്ടി. ഒരു 10ഓളം നാടകങ്ങൾ ഞാൻ എഴുതി. 10 ഇപ്പോൾ ഇവിടെ കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. ഹവനം എന്ന ഒരു ഏകാംഗ നാടകം, അതിൽ സുമചേച്ചിയും അഭിനയിച്ചിട്ടുണ്ട്. സുമചേച്ചി എൻ്റെ ഒരു 4 നാടകങ്ങളിലോ 5 നാടകങ്ങളിലോ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ സഹനടീനടന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ നാടകരംഗത്തെ ഞാൻ ഗുരുവായിട്ട് കരുതുന്നത് എൻ്റെ പ്രിയപ്പെട്ട രാജേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി താങ്കൾ ചോദിക്കുകയുണ്ടായി. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അവരെ പരിഭ്രാന്തരാക്കാതെ അവർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് അവർക്ക് വേണ്ട വഴി കാട്ടി കൊടുക്കുന്ന ഒരു സംവിധായകനാണ് ശ്രീ രാജേന്ദ്രൻ പടിയൂർ. അദ്ദേഹം മോനെ മോളെ എന്നെ എല്ലാവരെയും വിളിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു വിളിയിലുള്ള സ്നേഹം അത് ആത്മവിശ്വാസം കൂട്ടുകയാണ്. ഇതൊരു സംവിധായകൻ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് കിരാതം എന്ന ഒരു ലഘുനാടകം. ഹോം സയൻസ് എന്ന പേരിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു നാടകം. ആത്മാവ് നഷ്ടപ്പെട്ടവർ എന്ന ഒന്ന്, അപ്പൂപ്പൻ താടികൾ എന്ന മറ്റൊരു നാടകം, നമ്മൾ നവമുകുളങ്ങൾ എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകം, ശ്രദ്ധബിംബങ്ങൾ അത് രാജേട്ടൻ സംവിധാനം ചെയ്തു. അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു പേര് കിട്ടി. പിന്നെ കൊറോണ കൊളുത്തിയ ദീപം എന്ന ഒരു ലഘുനാടകം കൊറോണയുടെ കാലത്ത് എഴുതിയതാണ്. അത് സ്റ്റേജ് ചെയ്തിട്ടില്ല, പലരും താല്പര്യം പറഞ്ഞിട്ടുണ്ട്. ചക്രവ്യൂഹം എന്നൊരു നാടകം, അതാണ് ലേറ്റസ്റ്റ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നാടകങ്ങൾ ഞാൻ എഴുതിയതായിട്ടുള്ളതാണ് ഞാൻ ലിസ്റ്റ് പറഞ്ഞത്. പിന്നെ അഭിനയിച്ച നാടകങ്ങൾ ഞാൻ 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. പിന്നീട് മുംബൈയിലെ കാക്കകൾ, ക്രോസ് ബെൽറ്റ്, കാപാലിക എന്നൊക്കെയുള്ള NN പിള്ളയുടെ പ്രസിദ്ധമായ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2ാം കെട്ടിലെ മക്കൾ എന്ന ശ്രീ ചാരുമൂട് രാധാകൃഷ്ണൻ എഴുതിയ നാടകം അന്ധേരിയിൽ അവതരിപ്പിച്ചു, വേറൊരു സ്റ്റേജിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തയിടയ്ക്ക് നമ്മുടെ വിജയകുമാർ സാറിൻ്റെ രാഗലയുടെ സംഗീത മത്സരത്തിൽ വയസ്സന്മാരുടെ കൂട്ടത്തിൽ ഞാനും പാടാൻ പോയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പാട്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെയേറെ എൻ്റെ ആത്മാവിനോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശ്രീ ശ്രീകാന്ത് നായരോടാണ് ചോദിക്കാനുള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ വെസ്റ്റേൺ റീജിയൻ്റെ പ്രസിഡൻ്റായിട്ട് താങ്കൾ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഞാനിങ്ങനെ താങ്കളുടെ ബയോഡേറ്റ ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ദാറ്റ് വാസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പീരീഡ് ഫോർ യു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കേരളീയം എന്ന പേരിൽ ഒരു വലിയ പരിപാടി കേരളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിപ്പിച്ച് ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരു വലിയ പരിപാടി നടത്തി അതിനെ പൂർണ്ണ വിജയത്തിലെത്തിച്ചു എന്നാണ് എനിക്കതിനകത്തുനിന്ന് മനസ്സിലായത്. നാടകം മാത്രമല്ല, എല്ലാ തനത് കലാരൂപങ്ങളെയും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു, നന്നായി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒരു ഓർമ്മകൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുംബൈയിലേക്ക് ഏറ്റവും വലിയ നഷ്ടം ശ്രീ വിളപ്പിൽ മധു, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. ശ്രീ വിളപ്പിൽ മധു ഞങ്ങളുടെ ഈ സ്റ്റേജിൻ്റെ അക്കാഡമി നമ്മൾ താണിയിൽ ആരംഭിച്ച കലാസംഘടനയുടെ ഡയറക്ടർമാരിലൊരാളും കൂടെ ആയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു, താരാവർമ്മയും ഡയറക്ടർ ബോർഡിലുള്ളായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന, ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മാജിക്കായിരുന്നു. വിളപ്പിൽ മധുവിൻ്റെ ആ ഒരു സംഭാവന നാടകരംഗത്തും പ്രത്യേകം നമ്മൾ സ്റ്റേജിൻ്റെ അക്കാഡമിയുടെ പല പ്രോഗ്രാംസും ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളീയം എന്ന് പറഞ്ഞാൽ സ്കെച്ചസ് ഓഫ് കേരളയുടെ പേരിലൊരു നമ്മളെ സ്റ്റേജ് ഷോ, അതിൻ്റെ ശരിക്കും സൂത്രധാരകൻ ഈ വിളപ്പിൽ മധുവായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതൊക്കെ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ടും ഞാൻ ആക്ച്വലി മനസ്സിൽ സങ്കല്പിക്കുന്ന ആ സാധനം അത് തരാനായിട്ട് ഏറ്റവും കഴിവുള്ള ഒരാളായിരുന്നു ശ്രീ വിളപ്പിൽ മധു. അതിനധികം സമയം വേണ്ട, ഞാനൊരു ജസ്റ്റ് കണ്ടൻസ് കൊടുക്കും, കാരണം ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഇതായിട്ട് എത്ര പെർഫെക്റ്റായിട്ട് ഞാൻ മനസ്സിൽ കരുതുന്ന അതേപോലെ തന്നെ സാധനം കിട്ടുന്നത്. അത് ആ ഒരു കോമ്പിനേഷൻ അതെല്ലാവർക്കും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളപ്പിൽ മധുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആരാധിച്ചിരുന്നതും. അങ്ങനെ ഇതായിരുന്നു. ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാംസ് താനേ ചെയ്യുമ്പോൾ അന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ളത് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഇന്നത്തെ ഡെപ്യൂട്ടി CM, എൻ്റെ ബോസും കൂടിയായ ശ്രീ ഏക്നാഥ് സിൻഡെ, അദ്ദേഹമായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ ഈ സ്കെച്ചസ് ഓഫ് കേരളയുടെ ഒരു സ്റ്റേജ് അത് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ അതിൻ്റെ പക്കമേളത്തിൻ്റെ കൂടെ മുഖർശംഖ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അവിടുത്തെ പാർട്ടി ചെയ്താണ്, ലീഡറാണ് സൗത്ത് ഇന്ത്യൻ സെല്ലിൻ്റെ. ആ നിലയ്ക്ക് പെട്ടെന്ന് കണ്ടവിടെ ഞാൻ പെട്ടെന്ന് എണീറ്റു. കാരണം പ്രോഗ്രാം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് നിൽക്കാൻ സാധിച്ചില്ല. കാരണം സ്റ്റേജിൽ എനിക്കിത് വായിക്കണം. മുഖർശംഖ് വായിച്ച് കണ്ട് അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ പുള്ളി അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് വായിക്കാൻ പറഞ്ഞത്.
എന്നിട്ട് ഞാൻ വായിച്ചു. എന്നിട്ട് വീണ്ടും അദ്ദേഹം അത് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അന്നും ഈ അനിൽ പൊതുവാൾ, കൃഷ്ണമോഹൻ അവർക്ക് പ്രത്യേകിച്ച് അദ്ദേഹം അവാർഡെല്ലാം കൊടുത്തു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ താരാവർമ്മ ഇരിക്കുന്നത് പ്രശസ്ത കഥകളി കലാകാരി എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ അറിയപ്പെടുന്നു. പക്ഷേ അത് മാത്രമല്ല, താര എന്നോടൊപ്പം ഈ സാമൂഹിക രംഗത്ത് ഈ പറഞ്ഞ മറ്റ് ഈ ഫോറസ്റ്റിൻ്റെ ഫൈറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ചുവപ്പുപട്ടി ബച്ചാവ് സമിതി എന്നുള്ള പേരാണ്, സർവപക്ഷീയ ചുവപ്പുപട്ടി ബച്ചാവ് സമിതി. ആ ആന്തോളനിൽ എന്നോടൊപ്പം ഡേ ആൻഡ് നൈറ്റ് കൂടെ നിന്ന് സഹകരിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു സാമൂഹിക ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, സോഷ്യൽ മെൻറ്റാലിറ്റി കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ബോംബെയിൽ മലയാളികൾക്കിടയിൽ നമ്മൾ ഈ സാമൂഹിക രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ റെയിൽവേ സമരങ്ങളിൽ മലയാളികൾക്ക് ഏറ്റവും അത്യാവശ്യമായി ആവശ്യപ്പെട്ട ഒരു സംരംഭമാണ് റെയിൽവേ അന്നത്തെ ട്രെയിൻ അതിൻ്റെ ഇത് കിട്ടാറില്ല, ആവശ്യം ട്രെയിൻ സൗകര്യമില്ല, യാത്രാ സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ റെയിൽവേ സമരങ്ങളിലൊക്കെ ഞാൻ നയിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. റെയിൽവേ കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലും അന്വേഷണം കേന്ദ്ര സംഘടനയുടെ യാത്രാ സമിതിയിലൊക്കെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചപ്പോഴത്തേക്ക് ആ റെയിൽവേ സമരങ്ങളിൽ ഈവൻ ആസാദ് മൈതാനത്തിൽ പോലും അവിടെ ഒപ്പം നിന്ന് വിഷു ദിവസം ഓണസമയങ്ങളിൽ ഓണമൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ട് ഓണ ദിവസമായിരുന്നു. ഓണത്തിന് ഞങ്ങൾ അവിടെ സമരമായിരുന്നു. ഓണത്തിന് സമരമായിരുന്നു. അന്ന് സീമാൻ, അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. അത് വലിയൊരു ഇതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരിക്കലും ബോംബെ മലയാളികൾ എന്നൊരു രാഷ്ട്രീയക്കാരനായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ പേരും അതിന് ശേഷമാണ് ഈ പറഞ്ഞ മാതിരി ഇവിടെ ബോംബെയിൽ കേരള സംഗീത അക്കാദമിയുടെ പ്രവർത്തനം അത് ആ ഒരു ഇത് സൂര്യകൃഷ്ണമൂർത്തി സാറ് ചെയർമാനായപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ കുറച്ചുകൂടെ ബോംബെയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കമ്മിറ്റി എടുത്തു. ആദ്യത്തെ 2 കമ്മിറ്റിയിൽ ഞാൻ കമ്മിറ്റിയിൽ അങ്ങ് വരുന്നു, താരാജി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ പ്രസിഡൻ്റായപ്പോഴേക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ ഒരു വെല്ലുവിളിയായിരുന്നു ആക്ച്വലി. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് അതുപോലെ തന്നെ കുറേ കലാശ്രീ പുരസ്കാരങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ സാധിച്ചു. കേരളത്തിലെ ഫ്ലഡ് ഉണ്ടായപ്പോഴത്തേക്ക് അത് വലിയ ഇതാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ KKSൻ്റെ കെയർ ഓഫിൽ ആദ്യം അവിടെ നമ്മൾ സർവേക്ക് പോയി ഒരു ആൾ ഞാനായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. അവിടെ പോയിട്ട് വന്നപ്പോൾ ആദ്യം ആലപ്പുഴയിൽ ഇതാണ് കണ്ടത്, കുട്ടനാട്. അത് കണ്ടുവന്നിട്ട് ശേഷം ഇവിടെ കിറ്റ് നമുക്കിവിടെ സംഘടിപ്പിച്ച് കൊടുക്കാന്നുള്ള തീരുമാനം എടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് NSൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് വീഡിയോ കാണിച്ചു, ഇങ്ങനെ ഫ്ലഡ് ഉണ്ടായെന്ന് പറഞ്ഞ് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു ഒരു 1000 കിറ്റ് താങ്കൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ശരി, ഒരു നേതാവിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഇതാണ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെൻഡേഴ്സ് പല സാമ്പിളോട്ട് വരികയാണ്. പല തരത്തിലുള്ള സാമ്പിൾസ് വന്നു. അദ്ദേഹം ഓർഡർ കൊടുത്തത് 2000 കിറ്റ്. ഞാൻ ചോദിച്ചത് 1000 കിറ്റാണ്. അദ്ദേഹം ഓർഡർ പ്ലേസ് ചെയ്ത് 2000 കിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഉന്നത രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നേതാക്കളുമായിട്ടുള്ള ഈ ഒരു ബന്ധം നമുക്കത് സൂക്ഷിക്കാൻ സാധിച്ചത് അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അത് എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇതായിരുന്നു എൻ്റെ കാരണങ്ങൾ. ശ്രീമതി താരാവർമ്മയോടാണ് പ്രഗത്ഭനായ തമ്പിസാർ, ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചു. ശാരദ, മധു, അങ്ങനെയുള്ള വലിയ പ്രതിഭകളുടെ കൂടെ അഭിനയിച്ചു. തിരുവാതിര കളിക്ക് ഗിന്നസ് ബുക്കിൽ കയറി. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് താങ്കളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പൂതനാമോക്ഷം ഹിന്ദിയിലേക്ക് ആക്കിയതാണ്. ഇത് ഞാൻ 2 ഞാൻ സ്റ്റേജിൽ നേരിട്ട് കണ്ടു. അതിൻ്റെ ഒറിജിനൽ ഒരു സത്ത പോകാതെ അത് ഹിന്ദിയിലാക്കി അത് അവതരിപ്പിച്ചതിന് രാഗലയുടെയും കേരള മുംബൈയുടെയും അഭിവാദ്യങ്ങൾ ആദ്യം. ഒന്ന്. രണ്ടാമത്, മറ്റുള്ള ഭാഷക്കാർ ഇതെങ്ങനെ റിസീവ് ചെയ്തു? അവരുടെ എന്തായിരുന്നു റിയാക്ഷൻ? പൂതനാമോക്ഷം ഹിന്ദിയിലാക്കിയത് അനിൽ പൊതുവാൾ, ഡോമുല്ലിയുള്ള അനിലാണ് ആദ്യം എന്നോട് ചോദിച്ചത്, ഇങ്ങനെയൊരു ഇതുണ്ട്, ചെയ്യാമോ? നമ്മളൊരു ചെറിയൊരു ടീം ഇവിടെ ഉണ്ട്. അനിൽ, കൃഷ്ണമോഹൻ, അങ്ങനെ അപ്പോൾ നമ്മൾ എന്തെടുത്താലും
നമ്മുടെ ഇടയിൽ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പം ഞാൻ ചെയ്ത എന്ത് തെറ്റോ കുറവോ ഉണ്ടെങ്കിൽ അനിൽ എന്നോട് പറയും ഇത് ശരിയല്ല. അനിലോ അല്ലെങ്കിൽ കൃഷ്ണമോഹൻ ചെയ്യുമ്പോഴോ എനിക്കത് അത്ര ഇത് തോന്നിയില്ലെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൃഷ്ണമോഹൻ്റെ അടുത്താണേലും. അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ തുടങ്ങിയത്. അപ്പം അനിൽ ചോദിച്ചു ചെയ്യാമോ? ഓഹോ, നമുക്ക് നോ എന്നുള്ളൊരു ഇതില്ല, ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തുടങ്ങിയതാണ് ഈ സംഭവം. പക്ഷേ നല്ല ടെൻഷനായിരുന്നു. കാരണം പിന്നെ പാടി പാടി വരുമ്പോഴത്തേക്കും രാഗം ശരിയാവുന്നില്ല, ആ രാഗത്തിന് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല, കലാശം ചവിട്ടാൻ പറ്റുന്നില്ല. നല്ല ടെൻഷനായി. പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിൽ കുറേ അധികം അതിന് മീഡിയ കവറേജ് കിട്ടി. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് അങ്ങ് തുടങ്ങുന്നത്. പക്ഷേ അത് കുറച്ച് ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഇത് പിന്നെ ഇപ്പോൾ ശരിയായില്ലെങ്കിലും എനിക്ക് കൃഷ്ണമോഹൻ്റെ അടുത്ത് പറയാം കൃഷ്ണമോഹൻ ഇത് ശരിയാവുന്നില്ല. അങ്ങനെ പറഞ്ഞാലും കൃഷ്ണമോഹൻ ഒരു വിരോധവും ഇല്ല, ദേഷ്യവും ഇല്ല, വളരെ നല്ല ഇതില്ല. പിന്നെ പൂനെയിൽ വർക്ക് ചെയ്യുന്ന അർജുനും കൃഷ്ണനും മോനും കൂടെയാണ് ഇത് ചെയ്തത്. പിന്നെ അനിലിൻ്റെ ഒരുപാട് ഇത് എന്താ പറയുക ഡയറക്ഷൻ, അനിൽ ഡ്രാമ എല്ലാം ഉണ്ട്. അനിൽ ഡ്രാമയുടെ രീതിയിൽ പറഞ്ഞു തരും, ഞാനത് കഥകളിയാക്കി. അങ്ങനെ പിന്നെ നമ്പീശനാശൻ അദ്ദേഹമായിരുന്നു മദ്ദളം. പിന്നെ നാട്ടിൽ നിന്ന് പനമന്ന ശശി അദ്ദേഹമാണ് ചെണ്ടയുമേടൊക്കെ ഉണ്ട്. എന്തായാലും ദൈവാധീന ആശാമാരുടെയൊക്കെ അനുഗ്രഹം, ശരിക്കും കാരണവന്മാരുടെ അനുഗ്രഹം. നമ്മൾ സ്റ്റേജിൽ കയറുന്നവരെ നല്ല ടെൻഷനായിരുന്നു. ഒന്നാമത് ഭയങ്കര ഓഡിയൻസ്, തുറന്നു പറയാമല്ലോ, കഥകളിക്ക് ഇങ്ങനെ ഇത്ര ഭയങ്കര ഓഡിയൻസ് ഉണ്ടാവാറില്ല. ഇത് ഫുൾ ഗ്രൗണ്ട് നിറഞ്ഞ് ഇവരൊക്കെ വരുമ്പോൾ എൻ്റെ മകനൊക്കെ കുഞ്ഞിനെ എടുത്തോണ്ട് നിന്നോണ്ടാണ് 1.25 മണിക്കൂർ കണ്ടത്. അത്ര ഓഡിയൻസ്. അപ്പോൾ ഇത്ര ഓഡിയൻസിനെ കണ്ടു, ഇത്ര മീഡിയ കവറേജൊക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല ടെൻഷനായി. കാരണം പിന്നെ നമുക്ക് ശരിക്കും പ്രോപ്പർ ഒരു റിഹേഴ്സൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അനിലിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഇരിക്കും, ഇങ്ങനെ അവിടുത്തെ ആ ഒരു ലിമിറ്റേഷൻസ് ഇതിൽ ഓരോന്ന് നമ്മൾ ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ദൈവാധീനം കൊണ്ട് സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷയുടെ കുറെ അപ്പുറം നമുക്ക് ആ ഒരു കോർഡിനേഷൻ അത് ആദ്യത്തെ പ്രാവശ്യം അതൊരു ശരിക്കും ഒരു നല്ല കോർഡിനേഷൻ കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഓണക്കാലത്ത് ഇവിടെ ട്രീസിൽ ഗോദ്രജിൻ്റെ സൊസൈറ്റി അവർ ഫുൾ നോൺ മലയാളി ഓഡിയൻസ്, 1-2 പേരേ ഉള്ളൂ മലയാളി. അത് അവസാനം കഴിഞ്ഞപ്പോൾ എല്ലാ ഓഡിയൻസും എണീറ്റ് നിന്ന് കൈയടിക്കായിരുന്നു. അത് എനിക്കൊരു ഭയങ്കര ആദ്യത്തെ അനുഭവം എന്ന് തന്നെ പറയാം. ശരിക്കും ഇങ്ങനെ ഓഡിയൻസ് എല്ലാവരും കൂടെ എണീറ്റ് നിന്ന്, കാരണം അവരത് എൻജോയ് ചെയ്തു. അല്ല, എനിക്കൊരു സജഷൻ ഉണ്ട്. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു നല്ല നടനെയും കൂടെ കൂട്ടിയിട്ട് കർണശപഥം ചെയ്യണം, കുന്തിയുടെ റോൾ. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ഹിന്ദിയില് മലയാളം ചെയ്തിട്ടുണ്ട്. കുന്തിയുടെ റോൾ അതിനകത്ത് അത്ര വലിയ പവർഫുൾ റോളാണ്. ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ ഇപ്പൊ അതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി ചോട്ടെ, നിങ്ങൾ എവിടെ കണ്ടുമുട്ടി? അല്ല, അത് അറിയണമല്ലോ, അല്ലയോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയണം. എന്ന് വെച്ചാല് അതൊരു വലിയ സംഭവമാണല്ലോ. ഇങ്ങനെ വളരെ റയറായിട്ട് രണ്ടുപേരും വളരെ അപൂർവ ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അത് ഇവര് സംഭവം കഥകളി ഭ്രാന്താണ് എൻ്റെത്. അപ്പോൾ ഈ രാത്രി ഞങ്ങളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് 6 മാസത്തിലൊരിക്കൽ 10 ദിവസത്തെ കഥകളി ഉണ്ടാവും. 10 ദിവസത്തിൽ ചിലപ്പോൾ ഒരു ദിവസം 2-3 കഥയുണ്ടാവും. അത് മേജർ സെറ്റ് കഥകളി ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ കണ്ട് അങ്ങനെ താരയ്ക്ക് അവിടെ കളിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനത് കണ്ട് പിന്നെ കഥകളിയുടെ എൻ്റെ ശ്രദ്ധ പിന്നെ താരയിലായി. താര അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലായി, പൂതനയിലായി. അപ്പോൾ അത് ഈ വലിയ മേജർ സെറ്റിൻ്റെ കൂടെ കളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ട് കഥകളി ഭ്രാന്ത് അത് നമ്മൾ തമ്മിൽ വീണ്ടും അത് ഒരുമിപ്പിച്ചു. വീട്ടുകാരും ശ്രദ്ധിച്ചില്ലേ പൂതനെ ശ്രദ്ധിക്കുന്ന കാര്യം? അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴത്തേ അത് കൈവിട്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുമ്പം അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ, പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശം? എൻ്റെ അഭിപ്രായം, ഇന്നത്തെ യുവതലമുറ മുന്നോട്ട് വരിക. ഏതെല്ലാം സംഘടനയാലും ശരി, സാംസ്കാരിക സംഘടനയാലും കലാസാംസ്കാരിക സംഘടനയാലും അതുപോലെ തന്നെ സംഗീതത്തിൽ ഇന്ന് ബോംബെയിലെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കുട്ടികൾ, അത് പെൺകുട്ടികളാലും ആൺകുട്ടികളാലും വളരെയധികം കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വിജയകുമാറിനെ പോലുള്ള, രാഗാലയെ പോലുള്ള സംഘടനകൾ വളരെയധികം അതിനെ കൂടെ തയ്യാറെടുത്ത് വരുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിനൊന്നും സമയമില്ല. എന്ത് അവരോട് പറഞ്ഞാലും സമയമില്ല.
അതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരിത്. കാരണം നമ്മൾക്കൊക്കെ സമയം ഇല്ലെങ്കിലും സമയം ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ഉത്സാഹമായിരുന്നു. ഇവിടെ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്നത്, ഞാൻ ഒരിക്കലും മോശം പറയുന്ന കൂട്ടത്തിലില്ല, പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സത്യം പറയണമെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. രാഗലേയ എന്ന് പറഞ്ഞ പ്രസ്ഥാനം 2003 2005 അല്ലേ തുടങ്ങിയത്. പക്ഷേ ഈ കഴിഞ്ഞ 21 വർഷം കൊണ്ട് ഞാനവിടെ കണ്ടത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ അംഗീകരിക്കുന്ന, തലകുനിച്ചാദരിക്കുന്ന അനേകം വലിയ പ്രതിഭകളെ കൊണ്ടുവന്ന് അവരെ ഇവിടെ ബോംബെയിലുള്ള ഞങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം നടത്തി. അത് വളരെ ഗംഭീരമായിട്ട് വിജയിച്ചു. അതിനതുപോലെ തന്നെ ഇവിടെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും നാടകവും എല്ലാ ഇപ്പം ഞാനും രാജേട്ടൻ സംവിധാനം ചെയ്ത നാടകം അത് രാഗലേയായിരുന്നു സ്പോൺസർ ചെയ്തിരുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് പുറമെ ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, കണ്ണ് നിറഞ്ഞു പോയി. കഴിഞ്ഞ തവണ പോലും ആ സംഗീത പരിപാടി നടത്തിയപ്പോൾ രാഗലയിൽ ഒരു കൊച്ചുമോൻ ഇത്ര വലിയ അവാർഡൊക്കെ കിട്ടിയ, അതുപോലെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് സിനിമാ രംഗത്ത് വരെ ഇപ്പം നല്ല പിന്നണി ഗായകരെയൊക്കെയും സംഭാവന ചെയ്തൊരു പ്രസ്ഥാനമാണ് രാഗലയ. അതുപോലെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം ബോംബെയിലെ. ദശകങ്ങളായിട്ട് ഞങ്ങളിവിടെ ബോംബെയിലെ കലാ സാഹിത്യ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഇതുപോലുള്ള ഒരു വേദിയിൽ വിളിച്ചു വരുത്തി ഞങ്ങളിലേക്ക് പറയാനുള്ളതും കൂടി കേൾക്കാനും ഞങ്ങൾക്കത് പറയാനുമുള്ള അവസരം തന്നതിൽ ശ്രീ വിജയകുമാറിനോടും രാഗലയുടെ സാരഥി എന്ന നിലയിലും അതുപോലെ തന്നെ ഈ 2 ചുണക്കുട്ടികളെ കൊണ്ട് ഈ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതിനും ഞാൻ മുംബൈയിലെ പഴയ ഏറ്റവും പഴക്കമുള്ള അവതാരകന്മാരിൽ ഒരാളാണ് എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ അനിയനെന്ന് കരുതിക്കൊണ്ട് ശ്രീമാവേലിക്കര ശ്രീകുമാർ വളരെ നന്നായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷിക്കുന്നു. നന്ദി എല്ലാവർക്കും. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ യുവതലമുറ, എൻ്റെ അനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഏത് ജോലി ചെയ്താലും, ഏത് ഭാഷ സംസാരിച്ചാലും, പക്ഷേ മലയാളത്തോട് കൂടെ ഒന്ന് യോജിക്കാനും അതിനെ ചേർത്ത് പിടിക്കുവാനും കൂടെ നിങ്ങളൊന്ന് ശ്രമിക്കണം. എന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് അത് നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾ യുവാക്കൾ. നിങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നമ്മളിവിടുത്തെ വൈഷ്ണവിയെയും അശ്വതിയെയും കണ്ട് പഠിക്കുക. നിങ്ങൾ അവരായിത്തീരുക. കേരള മുംബൈയുടെ വൈഷ്ണവി, അശ്വതി അതിന് ഉദാഹരണമാണ്. കേരള മുംബൈക്കും ശ്രീ വിജയകുമാറിനും ശ്രീകുമാർ മാവേലിക്കരയ്ക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ യുവതലമുറ എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ നമ്മളെക്കാൾ കൂടുതൽ ടാലൻറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഇപ്പം ധാരാളം ഉണ്ടാവുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര അത്ഭുതം തോന്നും. ഇത്ര കഴിവ്. അതുപോലെ പേരൻസ് കുടുംബത്തിൽ നിന്നാണെങ്കിലും ഈ മീഡിയാസ് ആണെങ്കിലും നല്ലോണം അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ലാസ്റ്റിംഗ് ആവുന്നില്ല. പെട്ടെന്ന് അവരെല്ലാം ഷോർട്ട് ടൈമാണ്. ഇപ്പോൾ ഐഡിയ സ്റ്റാർസ് അങ്ങനെയൊക്കെ വന്ന് അവർ ഒരു 3-4 വർഷം അവർ പാടും, പിന്നെ അവരുടെ അഡ്രസ്സ് ഇല്ല. പൊതുവെ എല്ലാ ഫീൽഡിലും എനിക്ക് അതോ തോന്നാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അത് കാരണം കഴിവുള്ളവർ ഒരിക്കലും ബാക്കിയുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് കലയെ മാറ്റി നിർത്തരുത്. പഠിത്തം പോലെ തന്നെ കലയും ഒപ്പം കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ ദാറ്റ് ഗ്രേറ്റ് മെസ്സേജ്. അതാണ് രാഗാലയുടെ കേരള മുംബൈയുടെ എല്ലാമായ ശ്രീമാൻ വിജയകുമാറിന് എൻ്റെ അല്ല, ഞങ്ങൾക്ക് ഈ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത്രയധികം ആളുകളെ ഇൻട്രാക്ഷൻ നടത്താൻ, ഇൻ്റർവ്യൂ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ സുഖമായിട്ട് വലിയ ഹാളിൽ വെച്ചിട്ട് എല്ലാവരും പരിചയപ്പെടുത്തുക മാത്രമല്ല, എല്ലാവരുടെയും കഴിവിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മാവേലിക്കര ശ്രീകുമാർ. ഒപ്പം എൻ്റെ മക്കൾ പോലെ, മക്കളല്ല, എൻ്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ, പേരക്കുട്ടികളുടെ പ്രായമേ ഉള്ളൂ. എൻ്റെ പേരക്കുട്ടികൾ 2-3 പേരക്കുട്ടി, അതിനെ കൂടുതലല്ല. ഏതായാലും വൈഷ്ണവിക്കും അശ്വതിക്കും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് നന്ദിയും. വളരെയധികം മുന്നോട്ട് ഈ കലാരംഗത്ത് മറ്റെല്ലാ രംഗത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ ഭഗവാന്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ ഇത് പറയും. ഇങ്ങനൊരു സംരംഭം
ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തതിനും എല്ലാ കാര്യത്തിനും മുൻകൈയെടുത്ത വിജയകുമാർ സാറിനോടും നിങ്ങളുടെ കുട്ടികളോടും നന്ദി പറയുന്നതോടൊപ്പം 2 വരി കവിത എൻ്റെ അല്ല. കല്ലും കസ്തൂരിയായി മാറും കൽപ്പന ശില്പവൈഭവം, കലയ്ക്ക് കണിവെക്കുന്നു കവിതാ രംഗമണ്ഡപം. താങ്ക് യു. രാഗലയ മുംബൈയും കേരള ഇൻ മുംബൈയും ചേർന്ന് നടത്തുന്ന ഈ പ്രതിഭാ സംഗമത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കുറേ നമ്മളുടെയൊക്കെ മുമ്പേ നടന്നുപോയ വളരെ വലിയ പ്രതിഭകളായ ആൾക്കാരെ ഇവിടെ എത്തിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൃത്യമായ സന്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തികച്ചും ചാരിതാർത്ഥ്യമുണ്ടാകുന്നുണ്ട്. ഇതിൽ കുറേയധികം കഷ്ടപ്പാടുണ്ട്. പലരും പല സ്ഥലത്ത് താമസിക്കുന്നവരെ എല്ലാവരും ഇവിടെ എത്തിക്കാനും പരിമിതമായ ഈ സൗകര്യത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് വിളിക്കാൻ പറ്റാറില്ല. എങ്കിൽ പോലും ഈ കഴിഞ്ഞ 2 എപ്പിസോഡും മലയാളികൾ, പ്രത്യേകിച്ച് മുമ്പേ മലയാളികൾ ഹൃദയത്തിലേറ്റി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇനിയും കുറേയധികം പ്രതിഭകളെ ഇവിടെ എത്തിക്കാനുണ്ട്. അത് നിങ്ങൾ തുടർന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ എല്ലാ കാര്യത്തിലും കൈ പിടിച്ച് നടത്തുന്ന ശ്രീ വിജയേട്ടൻ, അതുപോലെ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന ഈ 2 കുട്ടികൾ അശ്വതിയും വൈഷ്ണവിയും, ഇവരെല്ലാമാണ് ഞങ്ങളുടെ ഊർജം, സ്രോതസ്. അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.